ഇതെന്താണ് ആഹബഹളം? സാറേ ഒന്നങ്ങാട്ട് കിടക്കട്ടെ, എനിക്ക് കച്ചവടത്തിന് പോകാനുള്ളതാണ്. പറ്റത്തില്ല പ്ലീസ്, നിങ്ങൾ അങ്ങോട്ട് പോകും, മാറിപ്പോ. സാറേ എനിക്ക് അങ്ങോട്ട് പോണം, എന്റെ ഓട്ടോ വെയിറ്റ് ചെയ്യണേണ്. എന്റെ പെണ്ണും പിള്ളേ ഒരാളെയും ഒരു വണ്ടിയും ഞാൻ ഇതുവഴി വിടില്ല. ആഹാ, ഇപ്പൊ വന്ന് പോലീസുകാരൊക്കെ ഹർത്താൽ ആഘോഷിച്ചു തുടങ്ങിയ. നിങ്ങൾ ആവശ്യമില്ല സംസാരിക്കാതെ മാറിക്ക് അങ്ങോട്ട്. എന്റെ സാറേ ഞാൻ കച്ചവടം ചെയ്ത് ജീവിക്കണ പാവത്താണ് ഞാൻ, എന്നെ അങ്ങ് കടത്തിവിട് സാറേ. നിങ്ങൾ വേണേ വെക്കാം, പക്ഷെ വേറെ വണ്ടികളൊന്നും വിടാൻ പറ്റത്തില്ല. അത് പറ്റില്ല സാറേ, എനിക്ക് കൊറേ ദൂരം കൊണ്ടുപോകണം, അതുകൊണ്ട് ഓട്ടോയിലാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇവിടെ കിടന്ന് അങ്ങോട്ട് ചാരില്ല, അങ്ങോട്ട് മാറ്റി വെക്കുന്നത്. എന്നാ പിന്നെ ഈ മീൻ ഇവിടെ കിടന്ന് ചെയ്യത്തേ ഉള്ളു. എന്തോന്ന്? ഈ മീൻ ഇവിടെ കിടന്ന് ചെയ്യത്തേ ഉള്ളു. ഇതെന്തോന്ന് മീനത്? ആവോ. ആ കൊള്ളാം. അവരെ കുട്ടിയിരിക്കുന്ന മീൻ എന്താണെന്ന് അവർക്ക് അറിഞ്ഞൂടാ, ചോദിച്ചപ്പോ ആവോ. ആവോന്നല്ല, മീനിന്റെ പേരാണ് പറഞ്ഞത് ആവോലിയെന്ന്. ആവോലിയാണ്? അപ്പൊ അതിന്റെ അപ്പുറത്ത് കിടക്കണതാ? അത് കണ്ടറിഞ്ഞൂടെ കരിമീന്? കരിമീനാ? അവസ്ഥയാണോ കരിമീന്? കരിമീനെന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? സാറേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 5 മിനിറ്റ് നിന്നു വിചാരിച്ച് മന്ത്രി ചീഞ്ഞൊന്നും പോകത്തില്ല. പക്ഷെ എന്റെ മീൻ അങ്ങനെയല്ല സാറേ, സമയം കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. നിങ്ങൾ അങ്ങോട്ട് മാറില്ലേ? സാറേക്ക് ഒട്ടക്കകത്ത് മീൻ മാത്രമല്ലട്ടാ, എന്റെ ജീവിതവും ജീവനും കൂടെയാണ്. ഞാൻ ഇത് വിറ്റിട്ടാണ് സാറേ ജീവിക്കണത്. ഒന്നാമത് നമ്മുടെ ഈ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ ഭയങ്കര ചൂടുള്ള മനുഷ്യനാണ്. അന്ന ചൂടായ മനുഷ്യനോട് ഇങ്ങോട്ട് കയറി വരാൻ പറ. എന്തിന്? ചരുവത്തിൽ കുറച്ച് ഐസ് ഇരിക്കുന്നു, കുറച്ച് തണുപ്പിക്കാം. എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടാ. അതാ ചരുവത്തിലെ മീൻ വെള്ളം വീഴുന്നതായിരിക്കും. ഞങ്ങളെ കുഴപ്പമാണോ? അതൊരു മന്ത്രി കടന്നു പോകുമ്പോ ഞങ്ങൾ ഡ്യൂട്ടി നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ആര് വേണേലും കടന്നു പൊക്കോട്ടെ, ഈ സാധാരണക്കാർ എന്ത് ചെയ്യണോ? എന്നെ നീ തേച്ചല്ലേടി? ഞാൻ എന്തോ തേച്ചെന്നാ പറയുന്നേ? ഞാൻ 2 വർഷമാണ് നിന്റെ പുറകിൽ ഞാൻ നടന്നത്. ഞാൻ പറഞ്ഞു ഈ 2 വർഷം എന്റെ എത്ര ചെരുപ്പ് തേന്ന് അറിയാവണ്ണ? അറിയോ? അപ്പൊ ഇപ്പൊ എന്നെ നിനക്ക് പരിചയം പോലും ഇല്ല. എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, അത്ര മാത്രമേ എനിക്കറിയാം. ഉണ്ടെന്ന് നീ സ്ഥിരം കോളേജിൽ ബസ്സിൽ പോകുന്ന സമയത്ത് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ കൈ ടാറ്റ ഇങ്ങനെ കാണിക്കുമ്പോ എന്റെ അണ്ണ ഇവളും തിരിച്ചിങ്ങനെ ടാറ്റ കാണിക്കുമായിരുന്നു. അയ്യോ ഞാൻ ടാറ്റ കാണിച്ചതല്ല, ഇനി എന്റെ പുറകെ വന്ന ഓങ്ങി പറഞ്ഞ ഇട്ട് തരുമെന്ന് പറഞ്ഞതാ. അതായിരുന്നു. അത് ഫോട്ടോന്ന് വെക്കാം. ബസ്സിൽ പോകുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ഫ്ലൈങ് കിസ് തന്നിട്ടാ പോന്നറിയോ? ഉമ്മ വെച്ചതല്ല അത്, മിണ്ടാതെ പോടാ കാലാന്ന് കാണിച്ചതാ. കാണിച്ചതാണ്. ഇതിപ്പോ ആരെങ്കിലും കേട്ടാ എന്റെ കല്യാണമായിരുന്നു ഇന്ന്. ആഹാ, നിന്റെ കല്യാണം, നിന്റെ ചെറുക്കനെ ഞാൻ കണ്ടു. ഓ, കിഴങ്ങനെ വരുത്തനാണല്ലോ നിനക്ക്. എന്റെ ചേട്ടൻ എന്താ കുഴപ്പം? അവൻ എന്തോന്ന് ജോലി? റോക്കറ്റ് വിടുന്ന ജോലിയാ. റോക്കറ്റിന്റെ ആളാ? എന്റെ ചേട്ടന് 1 മാസം 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട്? അതൊക്കെ ഞാൻ പണിക്ക് പോയാലും അതിന് വായി നോക്കണേന് ശമ്പളം കിട്ടൂല, കൂട്ട തല്ലേ കിട്ടുള്ളൂ. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു ചേട്ടാ? അച്ഛൻ പിന്നെ ആ ദേഷ്യത്തിന് എന്നെ തേച്ചിട്ട് അച്ഛനെ തേച്ചിട്ട് പോയ ആ സ്ത്രീയില്ലേ അവരുടെ അനിയത്തിയെ ഓടിച്ചിട്ട് കല്യാണം കഴിച്ചു. ആണോ? അയ്യോ, അങ്ങനെ ആവുമ്പം ചേട്ടന്റെ അമ്മ ചേട്ടന്റെ കുഞ്ഞമ്മയല്ലേ? അതങ്ങനെ ചേട്ടാ, ചേട്ടന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചത് ചേട്ടന്റെ അമ്മയുടെ ചേച്ചിയല്ലേ? അതെ അതെ അല്ലേ? അതെ. ആ ചേച്ചിയുടെ അനിയത്തിയല്ലേ രണ്ടാമത് ചേട്ടന്റെ അച്ഛൻ കല്യാണം കഴിച്ചത്? ഒരു ചേച്ചിയുടെ അനിയത്തി എന്ന് പറയുമ്പോ ആരാ? അത് കുഞ്ഞമ്മയല്ലേ? കുഞ്ഞമ്മയാണ്. അങ്ങനെ ആവുമ്പോ ചേട്ടന്റെ അമ്മ ചേട്ടന്റെ കുഞ്ഞമ്മയാ. എന്റെ അമ്മ എവിടെ പോയി? ചേട്ടന്റെ അമ്മ എവിടെ പോയി എനിക്കറിയാവോ? അമ്മേ, എന്റെ അമ്മ എവിടെ പോയി? അമ്മ എവിടെ പോയി? അമ്മേ, 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 എനിക്ക് അമ്മയെ കാണണം. എനിക്ക് എന്റെ അമ്മയെ കാണണം. എടാ എടാ പേക്കൂത്ത് കാണിക്കാതെ പോയി കിടന്ന് ഉറങ്ങടാ കൊച്ചെ. ഇത് തന്നെ എന്റെ അമ്മ. ആണോ? ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഒരു പ്രശ്നമുണ്ട്. ഓ, എന്താ? രാ വരൂല. ഫോൺ ചെയ്ത് നോക്കൂ, വരുമായിരിക്കും. അതല്ല, സംസാരിക്കുമ്പോ രാ വരൂല. അല്ല, ആരും വരൂലെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അങ്ങനെയല്ല, സംസാരിക്കുമ്പോഴേ രാ എന്നൊരു അക്ഷരമില്ലേ? ഓ, രാ. അതെനിക്ക് വരൂല. അല്ല, രാന്നാണ് ഇപ്പൊ പറയണേ. അതല്ല, ഇങ്ങനെ കിടക്കണ ഒരു അക്ഷരമില്ലേ രാ? കാണുന്നില്ല ക്ലിയർ ആയിട്ട്. ഇടിവെട്ടി മരയൊക്കെ പെയ്യൂലേ മര? മഴ പെയ്യൂലേന്ന്. രാ, മഴയുടെ രാ. മരയുടെ രാ. രാ കിട്ടൂല. എനിക്ക് രാ പറ്റൂല. ഒരുപാട് വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വഴിപാട് അല്ലേ? ഓ, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്നില്ല. ഞാൻ എന്തെങ്കിലും ഹോബി ഉണ്ടോ? ഞാനിങ്ങനെ ഈ തയ്പ്പുണ്ട്, തയ്ക്കണ മെഷീൻ തയ്ക്കും, പിന്നെ പച്ചക്കറിയൊക്കെ വളർത്തും, പിന്നെ ഈ കോഴി വളർത്തലൊക്കെ. കോഴി വളർത്തും? ചെറിയ കോഴിയാ വലിയ കോഴിയാ? കോഴി ചെറിയ കോഴിയും വലിയ കോഴിയും ഒക്കെ ഉണ്ട്. ചെറിയ കോഴി വലിയ കോഴി എല്ലാം ഉണ്ട്. ഈ മുല്ലശ്ശേരി തറവാട്ടിനുള്ളിൽ ഇത്ര ഒച്ചയും വേളമൊന്നും പാടില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ ഭയങ്കര സ്ലിപ്പാ. അത് തന്നെ ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞ സാധനം തന്നെ ഉദ്ദേശിച്ചത്. ജനകേ, എന്താ ഇവിടെ കാര്യം? എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്തോന്ന് കൊച്ചമ്മ നീ ഇവിടെ വരാൻ? നിനക്ക് ഞങ്ങളെയൊക്കെ പുച്ഛം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ദ ഹൗസ് ഓഫ് മൈ വൈഫ് ഓഫ് ദ ഡോട്ടർ എന്ന് വെച്ച്
ഇവിടുത്തെ ഭർത്താവിന്റെ ഭാര്യയും മകളുമാണ് ഈ നിൽക്കുന്നതെന്ന്. അതിനെന്ത്? ആ കറിയപ്പ്. ആ കറിയപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കറിയുപ്പ് തീർന്നു പോയി കൊച്ചമ്മ. ഓ ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഈ വീട്ടിൽ എന്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ഇവളെങ്കിലും ഉണ്ടല്ലോ. എടി മോളെ സീമേ, നീ അകത്ത് പോ. ഞാനൊരു കാര്യം നിന്നോട് പറയാം. നീയും അവളും ചെറുതേ ഇവിടെ കിടന്ന് ബഹളം വെച്ച് നീ ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം ഈ നാട്ടിൽ മൊത്തം പബ്ലിക്കിറ്റി ആക്കരുത്. പബ്ലിക്കിറ്റി ആക്കാതെ നോക്കണമെന്ന്. ഈ അമ്മമ്മന്റെ മാത്സ് നോട്ട് എടുത്ത് വെച്ചിരിക്കണം അമ്മ. ഒന്ന് എത്രയും ചോദിച്ചാൽ 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് എന്റെ കൊച്ചിന്റെ ബാക്സ് നോട്ട്? എടി എനിക്ക് പൈസ സൂക്ഷിച്ചു വെക്കേണ്ടി എനിക്ക്. അയ്യോ അത് പേഴ്സ് അല്ല. നീ പേഴ്സിലും അലമാരയിലും വെച്ച് കഴിഞ്ഞാൽ നിന്റെ കെട്ടിയോ എന്റെ മോൻ ആ പൈസ മൊത്തം എടുത്തോണ്ട് പോകും. ഈ ബുക്കിലാണ് വെക്കണമെങ്കിൽ അവന്റെ ജന്മത്തിൽ അവൻ ബുക്കി കൈകൊണ്ട് തൊട്ടിട്ടില്ല. അത് അമ്മയുടെ മോൻ. എന്റെ മോൾ അങ്ങനെയല്ല, അവള് പഠിക്കുന്ന കൊച്ചാണ്. അമ്മ ആ നോട്ട് എടുത്ത് കൊടുക്ക്. അയ്യോ നിന്റെ മോളിനി പഠിച്ചങ്ങോട്ട് കളക്ടർ ആവാൻ പോവല്ലേ? അയ്യോ പറയുന്ന ആളുടെ മോൻ പിന്നെ അങ്ങ് കളക്ടർ ഉദ്യോഗമല്ലേ? എന്റെ മോൻ കളക്ടർ തന്നെടി. എന്തായാലും നിങ്ങൾ കളക്ടർ ഉദ്യോഗം രാജിവെച്ച് നിങ്ങളെ മോൻ ഇപ്പൊ ഗൾഫിലോട്ട് വിടുഞ്ഞ. ഓ അപ്പൊ അവന് പോവാനുള്ള പോസ്റ്റ്മോർട്ടം കൊണ്ടാടി. എടി പിന്നെ വിമാനത്തിൽ കയറുന്ന പോസ്റ്റ്മോർട്ടം ഉണ്ടോന്ന്? അയ്യോ അത് പാസ്പോർട്ട്.